ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിലൊരു നൈറ്റി ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ നൈറ്റി മെറ്റീരിയൽ വെച്ചാൽ വലിയ ഭംഗിയില്ലാത്തൊരു കളറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളറ് ഇങ്ങനെ വെച്ച്, അതുപോലെ പൈപ്പിങ്ങും നല്ല പൂക്കൾ പ്രിൻ്റൊക്കെയുള്ള പൈപ്പിങ്ങൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ക്യാൻവാസ് രണ്ടായിട്ട് മടക്കി വെച്ചതിൽ നെക്ക് വിഡ്ത്ത് നമുക്ക് 3.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ നെക്ക് ലെങ്ത്ത് എത്രയാണെന്ന് വെച്ചാൽ അടയാളപ്പെടുത്താം. ഞാനിവിടെ 5.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് 6-6.5 വരെ കൊടുക്കാം. അത് ഓരോരുത്തർക്ക് നെക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അതുപോലെ. എന്നിട്ട് ഇതൊരു ബോക്സാക്കി വരച്ചെടുക്കുക. അപ്പോൾ ഇതിങ്ങനെ സ്ക്വയറായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സ്ക്വയറിൻ്റെ അകത്താണ് നമ്മൾ നെക്കിൻ്റെ ഡിസൈൻ വരച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ സ്ക്വയർ മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിന്നും ഒരു 1.5 ഇഞ്ച് ഇങ്ങനെ ഒരു മാർക്കിംഗ് കൊടുക്കുക. എന്നിട്ട് ഇപ്പോൾ ആ മാർക്ക് ചെയ്ത ആ പോയിൻറ്റും താഴത്തെ ഈ പോയിൻറ്റും തമ്മിലൊന്ന് ചേർത്ത് വരച്ചു കൊടുക്കണം. ഇതാണ് നമ്മുടെ നെക്കിൻ്റെ ഡിസൈൻ വരുന്നത്. അതിനുശേഷം നമുക്ക് ഒരു 1.5 ഇഞ്ച് ഈ പോയിൻറ്റിൽ നിന്നും നമുക്കിങ്ങനെ എല്ലായിടത്തേക്കും ഒരു 1.5 ഇഞ്ച് ആയിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യണം. ഓരോ സ്ഥലത്തും ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം 1.5 ഇഞ്ച് എല്ലായിടത്തും ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അതേപോലെ നമ്മളിപ്പം വരച്ച, അതായത് ഇങ്ങനെ കോർണറിലേക്ക് വരച്ച ആ പോയിൻറ്റിൽ നിന്ന് വേണം 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കറക്റ്റ്, അതായത് ഈ നമ്മളിപ്പോൾ വരച്ചു കൊടുത്ത ആ പോയിൻറ്റിൽ നിന്നും കറക്റ്റായിട്ട് 1.5 ഇഞ്ച് വെച്ചതിന് ശേഷം നമ്മളൊന്ന് കൃത്യമായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു പോയിൻറ്റിൽ നിന്നും ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം അവിടെ 1.5 ഇഞ്ച് വെക്കും. അതപ്പോൾ ആ കൂർത്ത അറ്റവും കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് അതൊന്ന് എല്ലാ പോയിൻറ്റുകളും കൂടി ഒന്ന് യോജിപ്പിച്ച് വരച്ചെടുക്കണം. നമ്മൾ ക്യാൻവാസ് രണ്ടായിട്ട് മടക്കിയെടുക്കുമ്പോൾ നമുക്ക് എത്ര വരെയാണോ നമുക്ക് ഈ നെക്കിൻ്റെ ഡിസൈൻ വേണ്ടത് അത്രയും നീളത്തിലാണ് നമ്മൾ എടുക്കേണ്ടത്. ഞാനിവിടെ 11 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ആദ്യം അത് പറയാൻ വിട്ടുപോയി, അതുകൊണ്ടാണ് പറഞ്ഞതിപ്പോൾ. അത് വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്നും ഒരു 1.5 ഇഞ്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അവിടെ നിന്ന് താഴേക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊരു വര വരച്ച് കൊടുക്കാം. സ്ട്രെയിറ്റ് ആയിട്ടൊരു വര വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടയാളപ്പെടുത്തൊന്നും വേണ്ട, ഇങ്ങനെ ഒരു ചെറുതായിട്ടൊന്ന് കോണിച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കുക. ഇതാണ് നമ്മുടെ ഡിസൈൻ. വളരെ സിമ്പിളാണ്. അപ്പോൾ ഓർമ്മിക്കേണ്ട അളവുകൾ എന്ന് വെച്ചാൽ ഇവിടെ ആദ്യം 1.5 ഇഞ്ച് എടുക്കുന്നു, അതുപോലെ താഴത്തേക്കും ഇവിടെ നിന്ന് 1.5 ഇഞ്ച് എടുക്കുന്നു. നേരെ ഒരു വര വരച്ചിട്ട് അവിടെ ഒരു ചെറിയൊരു കോർണർ ആക്കിയിട്ട് അങ്ങനെ വരച്ചു കൊടുക്കുന്നു. വേറെ പ്രത്യേകിച്ചൊന്നും ഓർമ്മിക്കാനില്ല. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കുന്ന, അതിൻ്റെ ഉൾവശത്തുള്ളത് പിന്നെ നമുക്ക് മുറിച്ച് കളയാം. അപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് ഇനി ഏത് പീസിലാണോ നമ്മൾ നെക്ക് ചെയ്യുന്നത് ആ പീസിലൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഇതിൽ ഞാനിവിടെ ഒരു ഓറഞ്ച് കളറ് തുണിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ കോർണറൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് നേരത്തെ പോലെ തന്നെ രണ്ടായിട്ട് മടക്കിയെടുക്കാം. ആദ്യം നമ്മൾ ഉണ്ടായ പോലെ തന്നെ രണ്ടായിട്ട് മടക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉൾഭാഗത്തുള്ള ആ ഒരു സ്ഥലം ഉള്ളത് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ അത് കട്ട് ചെയ്ത് കളയുമ്പോൾ എന്ന് വെച്ചാൽ 1/2 ഇഞ്ച് എക്സ്ട്രാ വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ 1/2 ഇഞ്ച് എക്സ്ട്രാ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം. അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടി പൈപ്പിംഗ് കൊടുക്കാനുള്ള തുണിയാണ് എടുക്കേണ്ടത്. അപ്പം അത് ഞാൻ നല്ല ഒരു പൂക്കൾ പ്രിൻ്റ് വരുന്ന നല്ല ഭംഗിയിലൊരു തുണിയാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് നമുക്ക് കുറച്ച് ക്രോസ് പീസും റെഡിയാക്കി എടുക്കണം. അതുപോലെ ചെറിയ സാധാരണ ക്രോസ് പീസ് അല്ലാത്തൊരു പീസും ആവശ്യമുണ്ട്. അപ്പോൾ ക്രോസ് പീസ് റെഡിയാക്കി വെക്കുക, കുറച്ച് നീളത്തിൽ തന്നെ റെഡിയാക്കി വെക്കുക. അതുപോലെ ഈ ഫ്രണ്ടിൽ കൊടുക്കാൻ ചെറിയൊരു പീസ് തുണിയും സ്ട്രെയിറ്റ് ആയിട്ടുള്ള പീസ് എടുക്കുക. എന്നിട്ട് ഇങ്ങനെ രണ്ട് സൈഡിലും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇവിടെ ഇങ്ങനെ ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനെക്കാട്ടി കുറച്ച് നീളം അധികം, എത്ര വേണ്ട ചിത്ര കുറച്ച് അപ്പുറത്ത് കടന്ന് നിൽക്കുന്ന രീതിയിൽ നീളത്തിൽ ഒരു തുണി എടുത്തതിന് ശേഷം രണ്ട് സൈഡിലും തയ്ച്ചു കൊടുക്കണം. അതിനുശേഷം ഇങ്ങനെ മറിച്ചിട്ടതിന് ശേഷം ഒരു തവണയും കൂടി മടക്കി അതിൻ്റെ ഒരു സൈഡ് നല്ല ഭംഗിയിൽ തയ്ച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു സൈഡ് തയ്ച്ചെടുത്തിട്ടുണ്ട്. മറ്റേ സൈഡ് വേണമെങ്കിൽ തയ്ക്കാം. അത് തയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ അതിലേക്ക് തയ്ച്ച് കൊടുക്കുമ്പോൾ അത് അപ്പുറത്തെ രണ്ട് സൈഡിൽ നമ്മൾ തയ്ക്കുമ്പോൾ അത് പതിഞ്ഞ് നിൽക്കും. അതുകൊണ്ട് ആ ഒരു സൈഡ് മാത്രം നമുക്കൊന്ന് തയ്ച്ചെടുത്താൽ മതി. ഇനി ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഇങ്ങനെ വന്നിട്ട് താഴേക്ക് ഇതേ രീതിയിൽ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും.
അത് റെഡി ആയിട്ടുണ്ട്. ഇനി എക്സ്ട്രാ വരുന്ന ആ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. താഴെയും അതുപോലെ നെക്കിൻ്റെ നടുവിൽ വരുന്ന എക്സ്ട്രാ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയണം. എക്സ്ട്രാ ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്രോസ് പീസ് കുറച്ച് നീളത്തിൽ തന്നെ റെഡിയാക്കി എടുക്കുക. നമുക്ക് രണ്ട് സൈഡിലും ഇത് വെച്ച് തയ്ക്കാനുള്ളതാണ്. അപ്പോൾ ആ ഒരു നീളത്തിൽ കണക്കായിട്ട് തന്നെ ക്രോസ് പീസ് റെഡിയാക്കി എടുക്കുക. 1 ഇഞ്ച് വീതിയിലാണ് തയ്യാറാക്കിയെടുക്കേണ്ടത്. ഇനി നമുക്കിത് നല്ല വശങ്ങൾ ചേർന്ന് വരുന്ന രീതിയിൽ ഇങ്ങനെ ക്രോസ് പീസും നെക്ക് പീസും വെച്ചതിന് ശേഷം ഇവിടെ ഇങ്ങനെ ഒന്ന് 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കൃത്യമായിട്ട് ആ കോർണറിലൊക്കെ ഇങ്ങനെ മടക്കി വെച്ച് കൊടുത്തതിന് ശേഷം വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് റെഡി. നമ്മുടെ ഈ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ കോർണർ വരുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ ഒരു ചെറിയ കട്ട്സ് ഇട്ട് കൊടുക്കണം. അപ്പം മാത്രമേ നമ്മളിങ്ങനെ മറിച്ചിടുമ്പോൾ നല്ല ഭംഗിയായിട്ട് വെക്കുള്ളൂ. അപ്പോൾ കുറേ സ്ഥലത്ത് ഇങ്ങനെ കോർണേഴ്സ് വരുന്നുണ്ട്. എല്ലാ സ്ഥലത്തും ചെറിയ കട്ട്സ് ഇട്ട് കൊടുക്കണം. അതുപോലെ ഉൾഭാഗത്തും അങ്ങനെ തന്നെ കുറേ സ്ഥലത്ത് കോർണേഴ്സ് വരുന്നുണ്ട്. അവിടെയും ഇങ്ങനെ ചെറിയ കട്ട്സ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് അതായത് നമ്മൾ ആ ബ്ലാക്ക് തുണിയുടെ മുകളിലൂടെ തന്നെ അതിൻ്റെ അറ്റത്ത് അത് 2 തുണി ഒന്നിച്ച് ചേർന്ന് വരുന്ന രീതിയിൽ അവിടെ സ്റ്റിച്ച് വരുന്ന രീതിയിൽ ഇങ്ങനെയായിട്ട് ഒന്ന് പൈപ്പിംഗ് ആക്കി റെഡിയാക്കി എടുക്കണം. ഇതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ഇങ്ങനെ വെച്ചതിന് ശേഷം 2 ജോയിൻ്റായി വരുന്ന ആ ഒരു പോയിന്റിൽ മാത്രം സ്റ്റിച്ച് കാണുന്ന രീതിയിൽ റെഡിയാക്കി എടുക്കണം. അങ്ങനെ ഒന്ന് റെഡിയാക്കി എടുക്കുക. ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ മറ്റേതും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നെക്ക് പീസിൻ്റെ ഏകദേശം റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് മെയിൻ ക്ലോത്തിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കണം. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ ഭംഗിയൊന്നും ഇല്ലാത്തൊരു കളറാണ്. അതുകൊണ്ടാണ് നെക്ക് പീസിൻ്റെ ഞാൻ ബ്രൈറ്റ് കളേഴ്സ് എടുത്തിട്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ കൊടുത്ത അതേ അളവുകൾ തന്നെ നമ്മുടെ നെക്ക് വിഡ്ത്ത് 3.5 ഇഞ്ച് ഇവിടെയും അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഈ സൈഡിലും 3.5 ഇഞ്ച് അപ്പുറത്തെ സൈഡിലും 3.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതുപോലെ ഒരു കാര്യം പറയാനുള്ളത് എന്ന് വെച്ചാൽ ഞാൻ ഉപയോഗിക്കുന്ന ചോക്കിൻ്റെ കളറിനെ പറ്റി ഒരുപാട് ആൾക്കാർ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. കാണുന്നില്ല, കട്ടിയില്ല എന്നപ്പം ഇന്ന് കുറച്ചൊരു കട്ടി കളർ തന്നെ എടുത്തിട്ടുള്ളത്. ഇനി അത് ശ്രദ്ധിക്കാം. നല്ല സജഷൻസ് ഉണ്ടെങ്കിൽ ഇനിയും പറയണം ഇതുപോലെ. അപ്പോൾ 3.5 ഇഞ്ചിൻ്റെ 2 സൈഡിലും അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ നെക്ക് പീസ് കൃത്യമായിട്ട് അതായത് ആ 2 പോയിൻറ്റിൻ്റെയും അങ്ങനെ വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. കൃത്യമായിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മളൊന്ന് പിൻ ചെയ്തെടുക്കണം. പിൻ ചെയ്യാണ്ട് തയ്ക്കുന്നത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ പിൻ ചെയ്താൽ നമുക്കതിങ്ങനെ നീങ്ങിപ്പോകാണ്ട് കൃത്യമായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഇങ്ങനെയൊന്ന് പിൻ ചെയ്തിട്ട് നല്ല ഉറപ്പിച്ച് വെച്ചതിന് ശേഷം മാത്രം തയ്ച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് പിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ മെയിൻ പീസിലേക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ പൂക്കളുടെ തുണിയുണ്ടല്ലോ അതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ആ നെക്കിൻ്റെ അതേ ഷേപ്പിലൊന്ന് സ്റ്റിച്ച് ചെയ്യുക. അതേപോലെ ഇപ്പുറത്തെ പുറത്തുള്ള വശത്തും അതേ ഷേപ്പ് തന്നെ ഒന്ന് കൃത്യമായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ തന്നെ നമ്മുടെ നൈറ്റി ഡിസൈൻ പണി കഴിഞ്ഞു. ഇനി ചെറിയൊരു പണി മാത്രമേ ബാക്കിയുള്ളൂ. ഇതിൻ്റെ നടുക്കുള്ള ആ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ഉള്ളിലേക്കൊന്ന് മടക്കി കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ 1/2 ഇഞ്ച് ഇങ്ങനെ വിട്ടിട്ട് വേണം നമ്മൾ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ. സൂക്ഷിച്ച് ചെയ്യണം. നെക്ക് ഡിസൈൻ ഒന്ന് മുറിഞ്ഞു പോകാണ്ട് സൂക്ഷിച്ച് ചെയ്യണം. അപ്പോൾ 1/2 ഇഞ്ച് ഇങ്ങനെ വിട്ടതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. അത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ 1/2 ഇഞ്ച് നമ്മൾ വിട്ടല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു കോർണർ അതായത് അതിൻ്റെ മൂലകളിൽ ഈ 3 സ്ഥലത്താണ് വരുന്നത്. അപ്പോൾ 3 സ്ഥലത്ത് ഒരു ചെറിയ കട്ടിട്ട് കൊടുത്തതിന് ശേഷം ഈ പീസ് ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. എല്ലാ പീസുകളും ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി കൊടുത്തതിന് ശേഷം ഈ നെക്കിൻ്റെ അവിടെ എല്ലാ പീസ് ഇങ്ങനെ മടക്കി കൊടുക്കുക. കാണാത്ത രീതിയിൽ മടക്കി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ നെക്കിൻ്റെ മുകളിലൂടെ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കണം. ഇത് ഇങ്ങനെ വന്നിട്ട് ഒരു സ്റ്റിച്ചും കൂടി കൊടുത്താൽ നമ്മുടെ നൈറ്റി ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല ഭംഗിയിലൊരു നൈറ്റി ഡിസൈൻ റെഡി ആയിട്ടുണ്ട്. എളുപ്പമാണ്. വലിയ ഭംഗിയൊന്നും ഇല്ലാത്ത തുണിയാണ്, വല്ലാത്തൊരു കളറാണ്. അതിൻ്റെ മുകളിൽ ബ്രൈറ്റ് കളർ പൂക്കൾ തുണിയൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇനി കുറച്ചും കൂടി ഒന്ന് ഭംഗിയാക്കാൻ വെച്ച് നമുക്ക് കുറച്ച് ബട്ടൺസൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ നടുവിൽ നമ്മൾ ആ ബട്ടൺ ടാബ് പോലെ വെച്ച സ്ഥലത്ത് നമുക്ക് ഇഷ്ടമുള്ള എങ്ങനത്തെ ബട്ടൺസാണ് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനത്തെ വെച്ച് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ബട്ടൺസ് എടുത്തിട്ടുണ്ട്, 4 എടുത്തിട്ടുണ്ട്. അതിങ്ങനെ
ഇവിടെ വെച്ചിട്ട് അതൊന്ന് തുന്നിക്കൊടുക്കുക. നല്ല ഭംഗിയായും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു ഡിസൈനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക. ഇനി ഇതുപോലെ അടിപൊളി ഡിസൈൻ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.